എങ്ങനെയാണ് 4 ഫ്രീ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഒരു വൈറൽ കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ടൂൾ വരുന്നത് ഗൂഗിൾ ട്രെൻഡ്സ് ആണ്. ഗൂഗിൾ ട്രെൻഡ്സ് നമുക്ക് വൈറൽ കണ്ടന്റ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ടൂളാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ചിലും ഗൂഗിൾ ന്യൂസിലും എല്ലാം എന്താണ് ട്രെൻഡിങ് എന്നറിയാനാവും. ഇവിടെ സെർച്ച് പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വറീസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇതിൽ ബ്രേക്ക് ഔട്ട് എന്ന് കാണിക്കുന്നത് മോർ ദാൻ 5000 പീപ്പിൾ സെർച്ച് ചെയ്തതുകൊണ്ടാണ്. സോ അങ്ങനെയുള്ള കണ്ടൻസ് വൈറലാവാൻ സാധ്യത കൂടുതലാണ്. സോ ആ ഒരു സബ്ജക്റ്റാണ് അതിലിവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബ്രേക്ക് ഔട്ട് കാണിക്കുന്നത് ഈ സമ്മർ സ്കിൻ കെയറിനെ പറ്റിയിട്ടുള്ള കുറേയാണ്. സോ നമ്മൾ ആ ഒരു സബ്ജക്റ്റാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ സബ്ജക്റ്റൊക്കെ കിട്ടി, കണ്ടൻറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളതാണ് നോക്കുന്നത്. ദ നെക്സ്റ്റ് ഫ്രീ ടൂൾ ഈസ് OpenAI. ഇത് 100% ഫ്രീ കണ്ടൻറ് ജനറേറ്റർ ആണ്. ഗൂഗിളിൽ OpenAI സെർച്ച് ചെയ്തതിന് ശേഷം API റെഫറൻസ് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ആയതിനു ശേഷം പ്ലേഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് ഇനി നിങ്ങൾക്ക് എന്തിനെ പറ്റിയാണോ അറിയേണ്ടത്, എന്താണോ അറിയേണ്ടത് ആ വിഷയത്തെ പറ്റി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇനി OpenAI നിങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് എഴുതും. ചില സമയം AI റൈറ്റർ റൈറ്റിംഗ് നിർത്തും. അങ്ങനെയുള്ളപ്പോൾ ജസ്റ്റ് പ്രസ് സബ്മിറ്റ് അഗെയിൻ ഇഫ് നീഡഡ്. ഇനി നിങ്ങൾക്ക് വീണ്ടും ഇതിനോട് എന്തെങ്കിലും കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഡൗൺ ആൻഡ് സബ്മിറ്റ് അഗെയിൻ. ആൻഡ് ഇനി നിങ്ങൾക്ക് ഈ കിട്ടിയ കണ്ടന്റ് എവിടെ വേണമെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് വിവരങ്ങൾ കൂടി ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് കൂടി എഴുതി സബ്മിറ്റ് ചെയ്യുകയാണ്. ഇതും AI റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എവിടേക്കാണോ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് അവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. OpenAI will write blogs, YouTube script, emails or anything. Now try it out for yourself. The third free digital marketing tool is pixel.com. ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കിട്ടും. നിങ്ങൾക്ക് ഏത് ഫോട്ടോസാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് റിലേറ്റഡ് ഫോട്ടോസാണ് വേണ്ടതെങ്കിലും ഇതിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ഉള്ളതെല്ലാം കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ആയിരിക്കും. ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വീഡിയോ ഓർ ഫോട്ടോ ഈ സൈറ്റിൽ നിന്നും ലഭിച്ചില്ലെങ്കിൽ യു ക്യാൻ ഗോ ടു ഗൂഗിൾ ഇമേജസ്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോ സെർച്ച് ചെയ്തതിന് ശേഷം സൈഡിലുള്ള ടൂൾസ് ക്ലിക്ക് ചെയ്ത് യൂസേജ് റൈറ്റ്സിൽ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഫോട്ടോയുടെ സൈസ് കൂടിപ്പോയാൽ ഒട്ടും വിഷമിച്ചിരിക്കേണ്ടതില്ല. ഇപ്പോൾ ഒരുവിധം സൈറ്റുകളിലെല്ലാം തന്നെ സൈസ് അഡ്ജസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവാറുണ്ട്. സൈറ്റിന് ഡയറക്റ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ OpenAIയിൽ നിന്ന് കിട്ടിയ കണ്ടൻറ്റും pexels.com നിന്ന് കിട്ടിയ ഫോട്ടോസും കൂടി അപ്ലോഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോഗ് നമുക്ക് കിട്ടി. ഇനി വീഡിയോസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. Now the last and final free digital marketing tool is Canva. Canva ഒരു ഫ്രീ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ക്യാൻവ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ടിക്ടോക്ക് വീഡിയോ. ഒരുവിധം എല്ലാത്തിനും സെയിം ഡയമെൻഷനാണ് വരുന്നത്. ഈ ഒരു സൈസ് വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റ, യൂട്യൂബ്, ടിക്ടോക്ക് അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വീഡിയോസ് ആഡ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് നേരത്തെ pexels.com നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോസാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിൽ ക്യാമറ റെക്കോർഡഡ് വീഡിയോസും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത വീഡിയോ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഫോണ്ട് സെലക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം.
ഇതിൻ്റെ ഫോൺ സൈസ്, ടൈപ്പ്, കളറ്, ബോൾഡ് ഓർ ഇറ്റാലിക്സ് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇനി ആനിമേഷൻ ഓപ്ഷനിൽ പോയി സ്മോൾ ആനിമേഷൻ കൂടെ വേണമെങ്കിൽ അതും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബാക്കി വീഡിയോകളും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ വീഡിയോസ് ആഡ് ചെയ്തതിന് ശേഷവും ഡ്രാഗ് ചെയ്ത് സ്ക്രീൻ സൈസിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ക്യാൻവയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ആഡ് ചെയ്ത വീഡിയോയിൽ കൊടുത്ത ടെക്സ്റ്റ് കോപ്പി ചെയ്ത് ഇപ്പോൾ ആഡ് ചെയ്ത വീഡിയോയിൽ പേസ്റ്റ് ചെയ്താൽ സെയിം ഫോൺ സൈസും കളറും ആനിമേഷനും എല്ലാം സെയിം പൊസിഷനിൽ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്ത വീഡിയോയിലും കിട്ടും. അതിലെ ടെക്സ്റ്റ് മാത്രം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ ചെയ്താൽ വീഡിയോ പ്ലേ ആകുമ്പോൾ സ്മൂത്തായി തോന്നുകയും ചെയ്യും. ഇനി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോസ് ആഡ് ചെയ്യുക, ടെക്സ്റ്റ് കോപ്പി ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മുഴുവൻ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നവരെ. ഓൾമോസ്റ്റ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്ററിൻ്റെ നെയിം കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ത്രൂ ഔട്ട് കാണിക്കുന്ന പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണം ചെയ്യാൻ. എന്നാൽ നമുക്ക് ഈ ക്ലിപ്പിൻ്റെ ഉള്ളിൽ മുഴുവൻ ആ ഒരു ക്രിയേറ്ററിൻ്റെ നെയിം കാണുകയും ചെയ്യും. മറ്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ വീഡിയോസ് ഉപയോഗിക്കുന്നത് തടയാനും പറ്റും. ഇനി നമുക്കിതിലേക്ക് ക്രിയേറ്ററിൻ്റെ നെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫോൺ കളറ്, ഫോൺ സൈസ്, ഫോണ്ടിൻ്റെ സ്റ്റൈല്, പിന്നെ ആനിമേഷൻ വേണമെങ്കിൽ അത് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഈ മുകളിൽ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്പെറൻസി എത്രയാണോ വേണ്ടത് അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടാണോ നമ്മൾ നെയിം കാണേണ്ടത്, ക്രിയേറ്ററിൻ്റെ നെയിം കാണേണ്ടത്, അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഫോണ്ട് നമ്മൾ മറ്റുള്ള വീഡിയോസിലേക്കും കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇത് ക്രിയേറ്ററിൻ്റെ നെയിം കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് ഇനി എഡിറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പം എല്ലാ വീഡിയോസിലും സെയിം സൈസ്, ഫോണ്ട്, ആനിമേഷനിൽ ക്രിയേറ്ററിൻ്റെ നെയിം കാണിക്കും. ഇനി നമുക്കിതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഗൂഗിളിൽ കോപ്പി റൈറ്റ് ഫ്രീ മ്യൂസിക് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കാണും. അതിൽ നിന്നും നമ്മുടെ വീഡിയോസിന് മാച്ച് ചെയ്തിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു ഓഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വീഡിയോസിന് സിങ്കായിട്ട് മ്യൂസിക് ഇനി പ്ലേ ആയിക്കോളും. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ വീഡിയോ എങ്ങനെ സേവ് ആക്കാമെന്ന് നോക്കാം. ഇതിന് മുകളിലായിട്ട് കാണുന്ന ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ആവും. ഇനി അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് യൂട്യൂബിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്